ശാന്തമായ രാത്രിയിൽ ആകാശം മുഴുവൻ വെള്ളിക്കൂടാരം പോലെ നക്ഷത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ചന്ദ്രൻ മുകളിലിരുന്ന് ഒരു അമ്മയെപ്പോലെ മൃദുവായി പുഞ്ചിരിച്ച് എല്ലാം നോക്കിക്കൊണ്ടിരുന്നു. ആ മനോഹരമായ ആകാശപ്പരപ്പിൽ ഒരുപാട് നക്ഷത്രങ്ങൾ ഒരുമിച്ച് ഒളിച്ചുകളി നടത്തി സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. അവർക്കിടയിൽ ഒരു കൊച്ചു നക്ഷത്രമുണ്ടായിരുന്നു. മറ്റുള്ളവരെ അപേക്ഷിച്ച് അവൻ വളരെ ചെറുതായിരുന്നു. പക്ഷേ അവന് കൗതുകം അല്പം കൂടുതലായിരുന്നു. ഈ പ്രപഞ്ചത്തിലെ എല്ലാം കാണാനും അറിയാനും അവന് വലിയ ആഗ്രഹമായിരുന്നു. കണ്ണു ചിമ്മി കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ കൊച്ചു നക്ഷത്രം അറിയാതെ തന്റെ കൂട്ടത്തിൽ നിന്നും അല്പം അകന്നുപോയി. അവൻ കാര്യം മനസ്സിലാക്കുമ്പോഴേക്കും വൈകിപ്പോയിരുന്നു. ആകാശത്തിന്റെ നീലിമയിൽ നിന്നും അവൻ താഴേക്ക് വഴുതി വീഴാൻ തുടങ്ങി. എനിക്ക് തിരിച്ചു പോകണം, അവൻ വളരെ പതുക്കെ കരഞ്ഞു പറഞ്ഞു. പക്ഷേ വീശിയടിച്ച തണുത്ത കാറ്റ് അവന്റെ ആ കുഞ്ഞു ശബ്ദത്തെ എങ്ങോട്ടോ ദൂരേക്ക് ഒഴുക്കിക്കൊണ്ടുപോയി. അവൻ ഭൂമിയിലേക്ക് വീണുകൊണ്ടിരുന്നപ്പോൾ കടന്നുപോയ വഴിയിലാകെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു വെളിച്ചത്തിന്റെ പാത വിടർന്നു വന്നു. പച്ചപ്പ് നിറഞ്ഞ മരങ്ങൾക്കും ഇരുണ്ടു നിൽക്കുന്ന മലനിരകൾക്കും മുകളിലൂടെ ആ കുഞ്ഞു നക്ഷത്രം താഴേക്ക് പതിച്ചു. ഭൂമിയിലെ ലോകം അവന് പൂർണ്ണമായും പുതിയതായിരുന്നു. വലിയ മരങ്ങൾ, ഒഴുകുന്ന നദികൾ, രാത്രിയിലെ കാറ്റിൽ മൃദുവായി തലയാട്ടുന്ന ഇലകൾ, എല്ലാം അവനൊരു അത്ഭുതം പോലെ തോന്നി. ആ സമയത്താണ് മീര എന്ന ഒരു കൊച്ചു പെൺകുട്ടി അതിനെ കാണുന്നത്. അത്രയും അടുത്തു കണ്ട ആ വെളിച്ചത്തെ അവൾ പേടിയോടെയല്ല നോക്കിയത്. പകരം വല്ലാത്തൊരു സ്നേഹത്തോടെ അവൾ ആ കുഞ്ഞു നക്ഷത്രത്തെ തന്റെ കൈവെള്ളയിലേക്കെടുത്തു. അപ്പോൾ അതുവരെ ഭയന്നു വിറച്ചിരുന്ന ആ നക്ഷത്രം അവളുടെ കൈകളിലിരുന്ന് കൂടുതൽ മൃദുവായി പ്രകാശിക്കാൻ തുടങ്ങി. മീര അവനോട് മൃദുവായി പറഞ്ഞു, "നീ പേടിക്കേണ്ട കൂട്ടുകാരാ, ഞാൻ നിന്നെ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാം." അങ്ങനെ അവർ ഒരുമിച്ച് യാത്ര തുടങ്ങി. രാത്രിയിലെ തണുത്ത കാറ്റ് അവർക്ക് വഴികാട്ടിയായി മുന്നേ നടന്നു. വഴിമധ്യേ അവർ ഇരുട്ടിൽ തിളങ്ങുന്ന ഒരു മാന്ത്രിക ശലഭത്തെ കണ്ടുമുട്ടി. അത് അവരുടെ ചുറ്റും പതുക്കെ പറന്നു നടന്നുകൊണ്ട് ഒരു രഹസ്യം പോലെ മന്ത്രിച്ചു, "ഹൃദയം ശാന്തമായാൽ മാത്രമേ ആകാശത്തിലേക്കുള്ള വഴി തുറക്കൂ." അത് കേട്ടതും ചുറ്റുമുള്ള അന്തരീക്ഷം കൂടുതൽ സമാധാനപൂർണമായി മാറി. മീര പതുക്കെ കണ്ണുകളടച്ച് ഒരു ദീർഘശ്വാസമെടുത്തു. അവളുടെ മനസ്സ് ശാന്തമായി. അതോടൊപ്പം ആ കുഞ്ഞു നക്ഷത്രവും വല്ലാത്തൊരു സമാധാനം അനുഭവിച്ചു. ആ നിമിഷം ഭൂമിയിൽ നിന്നും ആകാശത്തിന്റെ അറ്റത്തേക്ക് മൃദുവായൊരു വെളിച്ചത്തിന്റെ പാത രൂപപ്പെട്ടു. ഒരു മാന്ത്രിക സ്വപ്നപാത പോലെ അത് നേരെ ആകാശത്തിലെ നക്ഷത്രക്കൂട്ടങ്ങളിലേക്ക് നീണ്ടുനിന്നു. മീര വളരെ പതുക്കെ ആ കുഞ്ഞു നക്ഷത്രത്തെ ആ വെളിച്ചത്തിന്റെ പാതയിലേക്ക് എടുത്തുവച്ചു. അവൻ പതുക്കെ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. മുകളിലേക്ക് പോകുന്തോറും അവന്റെ ഉള്ളിലെ ഭയം മാറി. പ്രകാശം കൂടുതൽ ശക്തവും മനോഹരവുമായി മാറി. അവൻ വീണ്ടും തന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് മടങ്ങുകയായിരുന്നു. ആകാശത്തിന്റെ മധ്യത്തിലെത്തിയപ്പോൾ അവൻ തന്റെ പഴയ സ്ഥലം കണ്ടെത്തി അവിടെ ഇരുന്ന് സന്തോഷത്തോടെ തിളങ്ങി. എന്നിട്ട് താഴേക്ക് നോക്കി വളരെ പതുക്കെ മന്ത്രിച്ചു, "നന്ദി മീര." മുകളിൽ ചന്ദ്രൻ വീണ്ടും പുഞ്ചിരിച്ചു. ആകാശം മുൻപത്തേക്കാൾ കൂടുതൽ ശാന്തവും സുന്ദരവുമായി മാറി. ഭൂമിയിൽ പുൽത്തകിടിയിൽ മീര ശാന്തമായി കിടക്കുകയായിരുന്നു. അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഇതൊരു സ്വപ്നമായിരുന്നോ അതോ യാഥാർത്ഥ്യമായിരുന്നോ എന്ന്. പക്ഷേ അവളുടെ ഹൃദയം വല്ലാതെ ശാന്തമായിരുന്നു. അവൾ പതുക്കെ കണ്ണുകൾ പൂട്ടി ആഴമുള്ളൊരു ഉറക്കത്തിലേക്ക് വീണു. അവളുടെ സ്വപ്നങ്ങളിൽ ആ കൊച്ചു നക്ഷത്രവും കൂട്ടുകാരും അവൾക്ക് ചുറ്റും മൃദുവായി നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു.